ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ മലയാളമാണ്. കേരള പാഠാവലി പുതിയ പാഠപുസ്തകം അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ ചെയ്യുന്നത്. എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ്, പാഠത്തിൻ്റെ വിശദീകരണം, മോഡൽ ചോദ്യപേപ്പറുകൾ, ഉത്തരങ്ങൾ എല്ലാം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ആദ്യത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ്, ഒരു ദിനാന്ത സഞ്ചാരം. ആദ്യ പാഠമായ ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ക്ലാസ് 7 മലയാളത്തിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്കത് ലഭ്യമാകും. അതുപോലെ തന്നെ നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ, അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മൾ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഒരു ദിനാന്ത സഞ്ചാരം. ഇന്ന് നമ്മൾ ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിതയാണിത്. ആ കവിതയെ മുഴുവനായിട്ട് ഒരു തവണ വായിക്കുന്നു, കവിതയുടെ ആശയം പറയുന്നു. ആശയം നിങ്ങൾക്ക് കുറിപ്പായിട്ട് നമ്മൾ തരുന്നതായിരിക്കും. ഇതിൽ ആശയം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കിയാലോ. ഒരു ദിനാന്ത സഞ്ചാരം. ആദ്യം ഒന്ന് വായിക്കാം. പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങൾ പലതാണ്. പുളകം പോൽ കുന്നിൻ പുറത്ത് വീണ പുതുമൂടൽ മഞ്ഞിനെ മലയാള കവിത സുന്ദരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരു ദിനാന്ത സഞ്ചാരം. ക്രമേണ മേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്തകലെ പറന്നു കിടന്നിടും കുന്നിതു നന്നു കാൺമാൻ. അപ്പം എന്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഇത് മഹാകവി വള്ളത്തോളിൻ്റെ കവിതയാണ്. ആദ്യം തന്നെ പറയട്ടെ, മഹാകവിയാണ് അദ്ദേഹം. വള്ളത്തോളിൻ്റെ മനോഹരമായൊരു കവിതയാണ് ഇത്. അപ്പം ഇവിടെ പറയുന്നത് പ്രകൃതിയുടെ ഒരു സൗന്ദര്യം തന്നെയാണ് നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ആദ്യത്തെ കാഴ്ചയിൽ അകലെ പുക പോലെ തോന്നും. അടുക്കും തോറും നമുക്ക് എന്താണ്, നമ്മൾ ഈ പ്രകൃതിയിലെ ദൃശ്യത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. വൈകുന്നേരം സായങ്കാലത്ത് കുന്നിൻ്റെ ദൃശ്യം. ആകാശത്തിൻ്റെ കിഴക്കുഭാഗത്തായി പരന്നു കിടക്കുന്ന കുന്ന് പതിയെ പതിയെ ചക്രവാളത്തിൽ മുട്ടുന്ന തരത്തിൽ പടുത്തുയർത്തിയ കോട്ട പോലെ അനുഭവപ്പെടുന്നു. അപ്പോൾ വൈകുന്നേര സമയമാണ്. വൈകുന്നേര സമയത്തൊരു ദൃശ്യമാണ് ഇവിടെ കാണുന്നത്, അല്ലേ? ഒരു കുന്ന്, കിഴക്കുഭാഗത്ത് പരന്നു കിടക്കുന്ന ഒരു കുന്ന്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അടുത്തത് ആദ്യത്തിലാരാൽ പുക പോലെ കണ്ടതടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ മരങ്ങൾ പൂവല്ലികൾ മറ്റും ഓരോന്നായി ക്രമാൽ വേർതിരിയുന്നു ഭംഗ്യ. ആദ്യം കാണുമ്പോൾ നമ്മൾക്കൊരു പുക പോലെ, അടുക്കും തോറും നമുക്ക് എന്താ തോന്നുന്നത്? അവിടെ മരങ്ങളും പൂവല്ലികളും എല്ലാം ഓരോന്നായിട്ട് നമ്മുടെ കാഴ്ചയിൽ തെളിയും. ആദ്യം നമ്മൾ കാണുമ്പോൾ ഒരു പുക പോലെ മാത്രമേ നമുക്ക് തോന്നുള്ളൂ ദൂരെ നിന്ന് നോക്കുമ്പോൾ. അടുക്കും തോറും നമ്മുടെ കാഴ്ചയിൽ അവിടെ ചുറ്റുമുള്ള മരങ്ങളും പൂവല്ലികളും എല്ലാം ഓരോന്നും വേർതിരിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വല്ലീതരു മണ്ഡലത്താൽ പരക്കെ നൽ പച്ച നിറം പെടുന്നീ കുന്നെത്രയും കൺകുളിരേകിടുന്നു. ആ കുന്നിൻ്റെ മനോഹാരിതയാണ് കേട്ടോ ഇവിടെ വീണ്ടും എടുത്തു പറയുന്നത്. അതായത് നമ്മളീ പറയുന്ന എല്ലായ്പ്പോഴും ഇലകളെല്ലാം നിറഞ്ഞു തിങ്ങിയ വള്ളികളാൽ ചുറ്റി നിൽക്കുന്ന പച്ചക്കുന്ന് കണ്ണുകൾക്ക് അത്രയും കുളിരേകിടുന്നു. പച്ച നിറത്തിനിടയിൽ നമ്മൾ എന്താ പറയുക, ചായപ്പണി ചെയ്തതുപോലെ ചുവന്ന മണ്ണും കാണുന്നുണ്ട്. അത് അടുത്ത പാരയിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കുന്നിൽ നമ്മളുടെ ഈ മരങ്ങളും ചെടികളും എല്ലാം നിൽക്കുന്ന പച്ച നിറം, അത് കണ്ണിന് വളരെ കുളിരേകുന്നൊരു കാഴ്ചയാണ്. ഈ പച്ചവർണ്ണത്തിനിടയ്ക്കു ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ. അപ്പോൾ നമ്മൾ ഈ പച്ചയുടെ ഇടയ്ക്ക് നമ്മൾ ഈ ശില്പം ചെയ്യുന്നവരും ചിത്രപ്പണിക്കാരൊക്കെ ഇടയിൽ ഒരു ചായപ്പണി ചെയ്യില്ലേ, കളർ കൊടുക്കില്ലേ, അതുപോലെ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് ചുവന്ന മണ്ണും. ഇടയ്ക്കിടയ്ക്ക് മണ്ണും കാണാൻ സാധിക്കുന്നു. രണ്ടിനുമേറെ പ്രഭ ചേരുമാറായി. രണ്ടും ഒരുപാട് ഭംഗിയുള്ള പ്രഭയോട് കൂടി നിൽക്കുന്നു, അല്ലേ? അപ്പോൾ പച്ച നിറത്തിനിടയിൽ വിദഗ്ധരായ ശില്പികൾ ചായപ്പണി ചെയ്ത പോലെ ചുവന്ന മണ്ണും കാണുന്നു. രണ്ടിനും ഏറെ ഭംഗിയുണ്ട്. ഓക്കെ. മരങ്ങൾ തൻ പച്ചില, പല്ലവങ്ങൾ, പുഷ്പങ്ങൾ, പുല്ലെന്നിവയെങ്കിലെല്ലാം ഇപ്പോക്കുവയിൽ ഏൽക്കുകയാൽ വിചിത്രവർണ്ണം വഹിക്കുന്നിത് കുന്നിതേറ്റം. അപ്പോൾ എന്താ പറയുന്നത്? വൈകുന്നേര സമയത്തെ വെയിലാണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി എല്ലാത്തിലും കാണുന്നുണ്ട്. എങ്ങനെയാ പറയുന്നത് ഇവിടെ?
മരങ്ങളുടെ പച്ചിലകൾ, തളിരുകൾ, പൂക്കൾ, പുല്ല് ഇതിലെല്ലാം പോക്കുവെയിൽ പതിക്കുന്നു. അതായത് പോകുന്ന സായാഹ്ന സമയത്തെ വൈകുന്നേരത്തെ പോകുന്ന വെയിൽ, വരുന്ന വെയിലല്ല അല്ലെ, അസ്തമിക്കുന്ന സൂര്യന്റെ വെയിൽ പതിക്കുന്നു. അങ്ങനെ കുന്ന് വിചിത്രമായ നിറം പോലെ അനുഭവപ്പെടുകയാണ്. വിചിത്രവർണ്ണം വഹിക്കുന്നിത് കുന്നിതേറ്റം എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ചിലയിടം ആച്ഛാദന ശൂന്യമായും ചിലയിടം ഓരോ മുകിലാൽ മറഞ്ഞും താന്നും ചിലയിടം ചില ദിക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം എന്നാണ് പറയുന്നത്. ചില ഭാഗം മറയ്ക്കാതെ ശൂന്യമായും ചില ഭാഗം മേഘങ്ങളാൽ മറഞ്ഞും താഴ്ന്നും ഉയർന്നും പലതരത്തിൽ കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. പത്രങ്ങളൊട്ടിളകുന്നു വൃക്ഷലതാ ഗണത്തിൽ പഴുതിങ്കലൂടെ ഇളം കറുപ്പേന്തിടുമമ്പരാന്തം കാണുന്നിതങ്ങേ പുറമാഴി പോലെ. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത് ഇതില്? പത്രം പറഞ്ഞ ഇലകളാണ്. ഇലകൾ ഇളകുന്നതും വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ ഇളം കറുപ്പു കലർന്ന കിഴക്കൻ ചക്രവാളം കടല് പോലെ കാണപ്പെടുകയാണ്. അപ്പോൾ ഒരു കുന്നിൻ്റെ വിവിധ രൂപഭാവത്തിലുള്ള ദൃശ്യഭംഗി ആവിഷ്കരിക്കുന്ന ഒരു കവിതയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ വരികളുടെ അർത്ഥം മാത്രമാണ് കേട്ടോ. കവിത താളത്തിലൊന്നും അല്ല ചൊല്ലിയിരിക്കുന്നത്, താളത്തിൽ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഞാൻ ഈ വരികളുടെ അർത്ഥം മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ വള്ളത്തോളിൻ്റെ സാഹിത്യമഞ്ജരി എന്ന കൃതിയിൽ നിന്ന് എടുത്തൊരു ഭാഗം മാത്രമാണിത് കേട്ടോ. മുഴുവൻ കവിതയല്ല ഇത് അതിൽ നിന്ന് എടുത്ത ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമുക്കിതിൻ്റെ ആശയം ഒന്ന് നോക്കാം. പ്രകൃതി വർണ്ണനയിൽ അതീവ ഹൃദ്യമായ ശൈലി പുലർത്തുന്ന മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ മനോഹരമായ ഒരു കവിതയാണിത്. സന്ധ്യാനേരത്ത് ഒരു കുന്നിൻ പ്രദേശവും അതിനു ചുറ്റുമുള്ള പ്രകൃതിയും എപ്രകാരം ദൃശ്യമാകുന്നു എന്ന് കവി തന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ ഈ കവിതയിൽ ചിത്രീകരിക്കുന്നു. കവിതയുടെ തുടക്കത്തിൽ ദൂരെ നിന്നും കുന്നിനെ നോക്കിക്കാണുന്ന രീതിയാണ് അവതരിപ്പിക്കുന്നത്. ദൂരെ നിന്ന് നമ്മളൊരു കുന്നിനെ ആദ്യം കാണുന്ന രീതി. ചക്രവാളത്തോട് മുട്ടി നിൽക്കുന്ന കോട്ട പോലെ കിഴക്കുഭാഗത്തായി ഈ കുന്ന് പടർന്നു കിടക്കുന്നു. ദൂരെ നിന്ന് ആദ്യമായി നോക്കുമ്പോൾ വെറും ഒരു പുകച്ചുരുൾ പോലെ മാത്രമാണ് ഇത് ദൃശ്യമാകുന്നത്. എന്നാൽ കുന്നിനടുത്തേക്ക് നമ്മുടെ കാഴ്ച എത്തുമ്പോൾ, അഥവാ നമ്മൾ അടുത്തു ചെല്ലുമ്പോൾ, അവിടെയുള്ള മരങ്ങളും പൂവള്ളികളും മറ്റോരോന്നായി കൃത്യമായി വേർതിരിഞ്ഞ് അതീവ ഭംഗിയോടെ തെളിഞ്ഞു വരുന്നു. കുന്ന് പ്രായേണ ഇലകൾ നിറഞ്ഞ് നിബിഡമായി നിൽക്കുന്ന വൃക്ഷലതാദികളാൽ സമൃദ്ധമാണ്. പച്ചപ്പട്ടണിഞ്ഞു നിൽക്കുന്ന ഈ വള്ളിക്കാടുകളും മരങ്ങളും കുന്നിന് നല്ല പച്ചനിറം നൽകുന്നു. പ്രകൃതിയുടെ ഈ ഹരിതാപമായ മനോഹര ദൃശ്യം കാണുന്നവന്റെ കണ്ണിന് ഏറെ കുളിർമയും ആനന്ദവും ഏകുന്നു. ഈ പച്ചപ്പിനിടയിൽ ശില്പികൾ ആസൂത്രണം ചെയ്ത് ചായം പൂശിയതുപോലെ കുന്നിലെ ചുവന്ന മണ്ണും കാണാം. പച്ച നിറവും ഈ മൺചുവപ്പും കൂടിച്ചേരുമ്പോൾ അത് കുന്നിന് ഇരട്ടി പ്രഭ നൽകുന്നു. ഇതിനെല്ലാം പുറമെ മരങ്ങളുടെ പച്ചിലകൾ, തളിരിലകൾ, പൂക്കൾ, പുല്ലുകൾ എന്നിവയിലെല്ലാം അസ്തമയ സൂര്യന്റെ പോക്കുവെയിൽ സ്വർണ്ണ കിരണങ്ങൾ വന്നു പതിക്കുമ്പോൾ കുന്ന് വിചിത്രമായ പല വർണ്ണങ്ങൾ കൈവരിച്ച് തിളങ്ങി നിൽക്കുന്നു. കുന്നിനെയാണ് ശൈലമെന്ന് പറയുന്നത്. ശൈലത്തിന്റെ ഘടന പലയിടത്തും പലതരത്തിലാണ്. ചിലയിടങ്ങളിൽ മരങ്ങളോ വള്ളികളോ ഇല്ലാതെ പ്രകൃതി ഒഴിഞ്ഞു കിടക്കുന്നു. ചില ഭാഗങ്ങളാകട്ടെ മേഘക്കൂട്ടങ്ങളാൽ മറഞ്ഞു കിടക്കുന്നു. ചിലയിടം താഴ്ന്നും ചില ദിക്കുകൾ ഉയർന്നുമിരിക്കുന്നു. ഇങ്ങനെ പ്രകൃതിയുടെ നാനാവിധത്തിലുള്ള ഭാവങ്ങളോടെയാണ് കുന്ന് വിളങ്ങി നിൽക്കുന്നത്. കവിതയുടെ അവസാന വരികളിൽ കവി അതീവ മനോഹരമായ ഒരു ഉപമയാണ് നൽകുന്നത്. കാറ്റിലിളകുന്ന ഇലകൾക്കും മരങ്ങൾക്കും വള്ളികൾക്കും ഇടയിലൂടെ ദൂരേക്ക് നോക്കുമ്പോൾ വൃക്ഷലതാദികളുടെ വിടവുകളിലൂടെ കാണുന്ന ഇളം കറുപ്പുള്ള ചക്രവാളം
ഒരു വലിയ കടൽ, കടൽ പറഞ്ഞാൽ ആഴി എന്നാണ് അതിൽ പറയുന്നത്, അതുപോലെ തോന്നിപ്പിക്കുന്നു. സന്ധ്യാനേരത്തെ ആകാശം ഇലച്ചാർത്തുകൾക്കിടയിലൂടെ നോക്കുമ്പോൾ വിസ്തൃതമായ കടൽ പോലെ ദൃശ്യമാകുന്നു എന്നാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. ലളിതവും എന്നാൽ ദൃശ്യസമ്പന്നവുമായ പദാവലികളിലൂടെ ഒരു സന്ധ്യാസമയത്തെ കുന്നിൻ ചെരുവിൻ്റെ സൗന്ദര്യം വായനക്കാരുടെ മനസ്സിലേക്ക് നേരിട്ടെത്തിക്കാൻ കവിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രകൃതിയിലെ ഓരോ ചെറിയ മാറ്റങ്ങളും, അതായത് പോക്കുവെയിൽ, ഇലകളുടെ ചലനം, ചുവന്ന മണ്ണ് എത്രത്തോളം മനോഹരമായാണ് ഒരു പ്രദേശത്തെ മാറ്റുന്നത് എന്ന് ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ആശയം വരുന്നത്. നമ്മളിതിൽ പാർട്ട് 1 ക്ലാസ്സാണിത്. ഇതിൻ്റെ പാർട്ട് 2 ക്ലാസ്സിലാണ് ഇതിൻ്റെ ചോദ്യോത്തരങ്ങൾ മറ്റു പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നമുക്ക് ഇതിൽ 1-2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, നമുക്ക് അതുകൂടി ചെയ്യാം. വായിക്കാൻ പറയാം. കുന്ന് കണ്ണിന് കുളിരേകുന്നത് എങ്ങനെയാണ്? ഇലകൾ നിറഞ്ഞ മരങ്ങളും വള്ളികളും കൊണ്ട് കുന്ന് നല്ല പച്ച നിറത്തിൽ കാണപ്പെടുന്നു. ഈ മനോഹരമായ കാഴ്ചയാണ് കണ്ണിന് കുളിരേകുന്നത്. കുന്നിന് വിചിത്രവർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണ്? മരങ്ങളുടെ പച്ചിലകൾ, തളിരിലകൾ, പൂക്കൾ, പുല്ലുകൾ എന്നിവയിലെല്ലാം പോക്കുവെയിലിൻ്റെ കിരണങ്ങൾ ഏൽക്കുമ്പോഴാണ് കുന്നിന് വിചിത്രവർണ്ണം ലഭിക്കുന്നത്. ആഴി പോലെ കാണപ്പെടുന്നത് എന്താണ്? ഇളകുന്ന ഇലകൾക്കും മരങ്ങൾക്കും വള്ളികൾക്കും ഇടയിലൂടെ നോക്കുമ്പോൾ കാണുന്ന ഇളം കറുപ്പുള്ള ചക്രവാളമാണ് ആഴി പോലെ കാണപ്പെടുന്നത്. സന്ധ്യാനേരത്തെ ആകാശം കാണുമ്പോൾ കടൽ പോലെ തോന്നുന്നു എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ പാർട്ട് 2 ക്ലാസ്സിലായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.